Hi students, 2023 NEET പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനുള്ള ഇൻസ്ട്രക്ഷൻ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലാണ് നമ്മളുള്ളത്. സോ ആദ്യത്തെ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയിട്ട് ആദ്യത്തെ വീഡിയോ കാണാം. നമ്മൾ ഇന്നിപ്പോൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഒരു ഡേ എങ്ങനെ നീറ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഡേ എങ്ങനെ ഉണ്ടായിരിക്കും, എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു തുടങ്ങുന്ന കുട്ടി എന്നുള്ള രൂപത്തിൽ ഇതിപ്പോൾ ആരായിരുന്നാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നീറ്റ് ആസ്പിറൻസ് ആണ് എല്ലാവരും. സൂപ്പർ റിപ്പീറ്ററെന്നോ റിപ്പീറ്ററെന്നോ പ്ലസ് ടു സ്റ്റുഡൻറ്റ് ഒന്നും ഡിഫറൻസ് ഇല്ല. ആരായിരുന്നാലും ഒരു നീറ്റ് ആസ്പിറൻറ്റ് ഒരു ഡേ എങ്ങനെ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ സമയം എങ്ങനെ വിനിയോഗിക്കണം അല്ലേ ആ കുട്ടി ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റ് ആലോചിക്കേണ്ടത് ആ ഇയറിൻ്റെ എൻഡിലേക്ക് മാക്സിമം സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രവർത്തനമാണ്. ഞാൻ ഇങ്ങടുത്ത് ഫസ്റ്റത്തെ കാര്യം ചോദിക്കാം, എത്ര മണിക്കൂർ പഠിക്കണം? ഒരു ആവറേജ്, ഒരു കറക്റ്റ് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ആവറേജ് എത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കണം? ഡെഫിനറ്റ്ലി നീറ്റിന് വേണ്ടി മാത്രം ഇരിക്കുന്ന സ്റ്റുഡൻസ് ഇനീഷ്യൽ തന്നെ 10+ അല്ലെങ്കിൽ 12 അറൗണ്ട് അവേഴ്സ് ഇരിക്കണം എന്നുള്ളത് തുടക്കത്തിൽ തന്നെ അല്ലേ. സോ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ആക്ച്വലി. എന്ന് വെച്ചാൽ ഞാൻ തുടങ്ങുമ്പോൾ ഒരു 6-7 തുടങ്ങി 8-9 പിന്നെ അങ്ങനെ അവസാനത്തേക്ക് കൂട്ടി കൊണ്ടുവരാന്നുള്ള കാര്യം. കാരണം ഇതുവരെ അതൊരു കാര്യമാണ്, ഇരിക്കുന്ന അധികം ആൾക്കാരും ഇതുവരെ 2-3 മണിക്കൂറൊക്കെ ദിവസത്തിൽ ഇരുന്ന് ശീലമുള്ളൂ. ഡെഫിനറ്റ്ലി അങ്ങനെ ഇരുന്ന് ശീലിച്ച ആളുകളാണ്. ആ ശീലം വരാൻ വേണ്ടി എല്ലാവരും കാണും. തുടക്കം മുതൽ എനിക്ക് കുറച്ച് സമയം ഉണ്ടായിട്ടും ഞാൻ അത് ഇത്ര യൂട്ടിലൈസ് ചെയ്യാതെ നിങ്ങൾ അങ്ങനെ ശീലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഒരു ട്രാപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു കെണിയാണെന്നുള്ള കാര്യമാണ്. ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഡേ 1 തന്നെ 12 മണിക്കൂറൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ 10+, ഇപ്പോൾ 10 to 12 എത്തിക്കാൻ വേണ്ടി നോക്കുക. ഈവൺ അത് +1 കഴിഞ്ഞ് +2 എത്തിയ കുട്ടി നീറ്റ് ആസ്പിരന്റ് ആയിട്ടുള്ള കുട്ടി ഇപ്പം ഉണ്ട്. ആ കുട്ടിക്ക് ചിലപ്പോൾ സ്കൂളിൽ പോകുന്നതിന് ശേഷം ചിലപ്പോൾ 10 hours കിട്ടില്ല. ആ കുട്ടി 6 hours യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 10 hoursന്റെ വാല്യൂ ഉണ്ട്. ഡെഫിനറ്റ്ലി ഈ കുട്ടി സ്കൂൾ ടൈം കഴിഞ്ഞിട്ടുള്ള ബാക്കി 6 hours ഈ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടി 24 hours കയ്യിലുണ്ടാവുന്ന സമയത്ത് 10 hours യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവിടെ പോവാണ്. അത്ര സമയം നമ്മൾ കിട്ടും. അപ്പോൾ ഞാൻ ആവറേജ് 12 എടുക്കുകയാണെന്ന് വിചാരിക്കും. ഈ 12 മണിക്കൂറിൽ, അതായത് 12 മണിക്കൂറിൽ അതിന് പുറമേ ഉള്ള ഒരു 12 മണിക്കൂറുണ്ട്. അതിനകത്ത് 6 hours ഉറങ്ങണം. പിന്നെ ബാക്കി 6 hours നമ്മുടെ ലീഷറിനും ഫുഡ്, അലക്കല്, ബാക്കി പരിപാടികൾ, കുറെ പരിപാടി ഡെയിലി ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമുണ്ട്. അത് വേറെ ഒന്നിനും ഉൾക്കൊള്ളിക്കരുത് എന്നുള്ള ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി അത് നമുക്ക് സെപ്പറേറ്റ് വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്കാഡമിക്കിലുള്ള 12 hours അതെങ്ങനെ സ്പെൻഡ് ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾക്ക് ചെയ്യണം. ഡെയിലി ക്ലാസ് ഉണ്ടാവും. എത്ര മണിക്കൂർ ക്ലാസ് ഉണ്ട് ഡോപ്പയിൽ? നമുക്കൊരു 6 hours ക്ലാസ് ഡെയിലി വരുന്നുണ്ട്. ഡെയിലി 6 hours ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും 6 hours കാണും. ഡോപ്പയിൽ നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റത്തിലാണ് നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നതെന്ന് അറിയാം. അപ്പോൾ റെക്കോർഡഡ് വീഡിയോസ് ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ടൊക്കെ അടിച്ച് കണ്ടു തീർക്കാനൊക്കെ പറ്റും. അത് 2-3 hours ആവും. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത സ്റ്റുഡിയോയിൽ നമുക്ക് മുനീബ് സാറിന്റെ ഫിസിക്സിന്റെ ക്ലാസിന്റെ ലൈവ് കേട്ടോണ്ടിരിക്കാം. സ്റ്റുഡൻസിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പെട്ടെന്നപ്പോൾ തന്നെ നമുക്ക് സാധനങ്ങൾ കണ്ട് തീർത്ത് പോകാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. സ്റ്റിൽ 6 hours ക്ലാസ്. ബാക്കി ടൈം ഉണ്ട്. ബാക്കി ടൈമിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. എല്ലാ ദിവസവും ഒരു സബ്ജക്റ്റ്, ഓരോരോ സബ്ജക്റ്റ് മാറി പഠിക്കണോ, എല്ലാം മിക്സ് ചെയ്ത് പഠിക്കണം? കുട്ടികൾ തുടക്കം കണ്ടിരുന്ന തെറ്റിദ്ധാരണ, ഒരു ചാപ്റ്ററിന്മേൽ ഫുള്ളായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് അതിലുള്ള ഓരോ അരിമണികളും പെറുക്കിയെടുത്ത് പോവുക എന്നുള്ളൊരു സിസ്റ്റം കാണുന്നുണ്ട്. പിന്നെ എളുപ്പമുള്ള സാധനം മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ളത് ആദ്യം അടിപൊളിയായിട്ട് പഠിക്കാന്നുണ്ട്. പിന്നെ വേറെയുണ്ട്, കഴിഞ്ഞ വർഷം ടഫായതുമ്പോൾ മാത്രം ഇരിക്കുക എന്ന് പറഞ്ഞ ട്രെൻഡൊക്കെ കിടക്കുന്നുണ്ട്. മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രപ്പോർഷനലി തന്നെ നമ്മളിപ്പോഴും കൂടുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുമ്പോൾ മാവ് കൂടുതൽ ഇടാൻ പറ്റില്ല, വെള്ളം കൂടുതൽ ഒഴിക്കാനും പറ്റില്ല. അതൊരു പ്രപ്പോർഷനലി കൊണ്ടുപോയാലേ ചപ്പാത്തി ആവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ നമുക്കിപ്പോൾ 3 സബ്ജക്റ്റും ഒരേപോലെ ഒരേ പ്രൊപ്പോർഷനിൽ തന്നെ കൊണ്ടുപോകണം. അതിൻ്റെ പ്രൊപ്പോർഷനെ പറ്റി പറയുന്ന സമയത്ത് യൂഷ്വലി ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിൽ, ഇപ്പോൾ ഞാൻ 10ാമത്തെ വർഷമാണ് എൻട്രൻസ് കോച്ചിങ്ങിൽ വർക്ക് ചെയ്യുന്നത്. ഇത്രയധികം കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവർ കാണുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി ബയോളജി NCERT ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. മിക്കവാറും കൂടുതൽ സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ഒരു ഉസ്താദിനെ പോലെ, ഒരു പള്ളിയിലച്ഛനൊക്കെ പോലെ എപ്പോഴും കയ്യിലൊരു ബുക്ക് NCERT ബയോളജി. അത് നമുക്ക് കാണുന്ന സമയത്ത് ശരിക്കും ആക്ച്വലി ഒരു ഐഡിയൽ നീറ്റ് സ്റ്റുഡൻറ്റ് അങ്ങനെയാണെന്ന് നമുക്കൊരു തോട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പോകുന്നത് ഒരു ബയോളജിക്കൽ ട്രാപ്പിലേക്കാണെന്ന് നമ്മൾ പറയേണ്ടത്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബയോളജിയിൽ കൂടുതൽ സമയം ഒരിക്കലും സ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു അവർ ബേസ് പറയുകയാണെങ്കിൽ എത്ര മണി ഈ വീഡിയോന്റെ അടിക്കാൻ പറ്റുക തെറ്റല്ലേ ആഷിക് ഡോക്ടർ പറഞ്ഞു, ബയോളജി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ല ആഷിക് ഡോക്ടർ പറഞ്ഞു. ഒരു വീക്കിലി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ബയോളജി ചാപ്റ്റർ, ഒരു ഫിസിക്സ് ചാപ്റ്റർ, ഒരു കെമിസ്ട്രി ചാപ്റ്റർ എന്നുള്ള രൂപത്തിലായിരിക്കും നമ്മൾ വീക്കിലി എക്സാംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. ഇപ്പോൾ വീക്കിലി ഒരു ബയോളജി ചാപ്റ്റർ അല്ലെങ്കിൽ വീക്കിലി 2 ബയോളജി ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. ഞാൻ പറയുന്നത് വെച്ചാൽ എവറി ഡേ എല്ലാ ദിവസവും ബയോളജി പഠിക്കണം. അതായത് നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്റർ ആണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മൊത്തം ഇരുന്ന് ബയോളജി പഠിച്ചിട്ട് ബാക്കി 5 ദിവസം ബയോളജി തൊട്ടില്ലെങ്കിൽ 5ാമത്തെ ദിവസം ഈ പഠിച്ച സാധനം ആവിയായിട്ടുണ്ടാവും.
റിവൈസ് ചെയ്യാൻ സമയം. അപ്പൊ നമ്മൾ 6 മണിക്കൂർ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ബാക്കി ഇത് റിവൈസ് ചെയ്യാനും യൂസ് ചെയ്യണം. ഈ ഒരു 2 ചാപ്റ്റർ പെർ വീക്കിന് ചാപ്റ്റർ ഉണ്ടാവാം. അതല്ല, ഫോർ എ വീക്ക് നമ്മൾ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 2 ചാപ്റ്റർ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസം കൊടുക്കേണ്ട സമയം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയണത് ബയോളജിയിലൊക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യം ദിവസത്തിൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂർ വെച്ചിട്ട് 7 ദിവസവും ബയോളജി വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചയും കൊണ്ട് 14 മണിക്കൂർ കിട്ടും. ഈ 14 മണിക്കൂറാണ് ബയോളജിയുടെ ആഴ്ചയിലേക്കുള്ള ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ ടൈം. അതായത് ഈ 14 മണിക്കൂർ 2 ദിവസം കൊണ്ട് തീർക്കുകയും ചെയ്യരുത്, 7 ദിവസത്തേക്ക് വേണ്ടി വെക്കാം. അപ്പോൾ നിങ്ങൾ തോന്നുന്നു അതിൻ്റെ ഉള്ള ഈ 6 hours ചാപ്റ്റർ കാണുന്ന 6 hours ചിലപ്പോൾ അന്ന് ബയോളജി ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ബയോളജി ചാപ്റ്റർ കാണാൻ യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ. അത് ചാപ്റ്റർ കണ്ടിട്ട് പഠിക്കാണ്ടിരിക്കുന്ന സമയമാണ്. പഠിക്കാണ്ടിരിക്കുന്ന സമയത്ത് നിന്ന് 2 hours ബയോളജി, ഇപ്പോൾ രാവിലെ ഒരു 1 hour, രാത്രി ഒരു 1 hour എന്നുള്ള രൂപത്തിലേക്ക്. അപ്പോൾ അത് എത്തിക്കഴിയുമ്പോൾ പ്രശ്നം എന്താണെന്നറിയോ, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവില്ല, പകുതി ആവുള്ളൂ നമ്മൾ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ പൂട്ടി നമ്മൾ വെക്കുക, എന്നിട്ട് നാളെ ആ 1 hourൽ നമ്മൾ റിവിഷന്റെ ടൈം അല്ലെങ്കിൽ നമ്മൾ റീഡിങ്ങിന്റെ പഠിക്കേണ്ട സമയം അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കേണ്ട സമയത്ത് വരും. അപ്പോൾ ബാക്കി മെജോറിറ്റി ഓഫ് ദ ടൈം നമ്മൾ എന്തിനാ സ്പെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വീക്കർ ആയിട്ടുള്ള സാധനത്തിൽ, നമുക്ക് ഫിസിക്സ് ആയിരിക്കാം, കെമിസ്ട്രി ആയിരിക്കാം, അപ്പോൾ ആ വീക്കിൽ എന്താണോ നമുക്ക് വരാനുള്ള സാധനം അതിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് ഇരിക്കാം. ഞാൻ അതിലൊരു ഡൗട്ട് കൂടി ചോദിക്കട്ടെ. ഈ 2 hour ബയോളജി നമ്മൾ പഠിക്കുന്നില്ലേ, 6 hour ക്ലാസ് കണ്ടു, അത് ബയോളജി ആവാം, ഫിസിക്സ് ആവാം, കെമിസ്ട്രി ആവാം. പിന്നുള്ള 2 hour നമ്മൾ ബയോളജി പഠിക്കുമ്പോൾ അതിൽ ക്വസ്റ്റ്യൻ കൂടെ അതിൽ ആഡ് ചെയ്യണോ? അതിൽ ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്ത ബയോളജിയുടെ വാട്ട് എവർ ദ ആക്ടിവിറ്റീസ് അതെല്ലാം ഈ 2 hourനുള്ളിൽ തീരണം. അതായത് ഞാൻ വായിക്കാൻ 2 മണിക്കൂർ, ക്വസ്റ്റ്യൻ ചെയ്യാൻ പിന്നെ 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഈ 2 hourൽ NCERT വായിക്കുന്നുണ്ട്, ചിലപ്പോൾ 20 minutes അല്ലെങ്കിൽ 15 minutes ക്യുക്കായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യണം. ഈ ബയോളജിയുടെ പിന്നെ ബയോളജി ആയിട്ട് നമുക്ക് ആ 2 മണിക്കൂർ കഴിഞ്ഞാൽ ബന്ധമില്ല. കാരണം വെച്ചാൽ ഈ ബയോളജിയിൽ സമയം കൊടുത്താൽ ഇങ്ങനെ തുറന്ന് തിന്നണം നിങ്ങളുടെ ഫിസിക്സിന്റെ റൂട്ടിനെ ആയിരിക്കും. ഫിസിക്സിന്റെ ഒക്കെ വേരൊക്കെ തിന്നുകളയും. അതാണ് ബയോളജിക്കൽ ട്രാപ്പ്. നമുക്ക് ഫിസിക്സ് നമുക്ക് ആകെ ഇത്ര സമയമുള്ളൂ, ആ സമയത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യണം. ബയോളജിക്ക് കുറഞ്ഞ സമയം, ബാക്കി സമയമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ, ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എൻ്റെ ബയോളജിൻ്റെ ടൈം കഴിഞ്ഞു. ഇന്ന് ഞാൻ മോർണിംഗ് 6 hours കെമിസ്ട്രി ക്ലാസ് ആണ് കേട്ടത്. ഇനി ഞാൻ 2 hour എനിക്ക് കെമിസ്ട്രി കൊടുക്കാനുണ്ട്, ഞാൻ എന്ത് ചെയ്യും? അത് ആക്ച്വലി നമ്മൾ പിന്നെ നോക്കേണ്ടത് നമ്മൾ നേരെ മുമ്പിലുള്ള എക്സാം ഏതാണ് നോക്കേണ്ടത്. തൊട്ട് മുന്നിലൊരു കെമിസ്ട്രിയുടെ എക്സാം ആണ് വരുന്നതെങ്കിൽ അത് കെമിസ്ട്രിയാണ് പഠിക്കേണ്ടത്. തൊട്ട് മുന്നിലൊരു ഫിസിക്സിന്റെ എക്സാം ആണ് വരുന്നതെങ്കിൽ അത് ഫിസിക്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ആ ദിവസം ഇനി ഉപയോഗിക്കാനുള്ള 4 മണിക്കൂർ ചിലപ്പോൾ ആ ദിവസം മാത്രം ചിലപ്പോൾ 4 മണിക്കൂർ കൂടുതലായി ഫിസിക്സിന് ഉപയോഗിക്കും. കാരണം പിറ്റേ ദിവസം ഫിസിക്സിന്റെ എക്സാം ആണ്, 2 days കഴിഞ്ഞിട്ട് കെമിസ്ട്രി എക്സാം ഉണ്ട്. അപ്പോൾ ഫിസിക്സിന്റെ സ്ലോട്ടിലേക്ക് നമ്മൾ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കേണ്ടത് തൊട്ട് മുന്നിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നമ്മൾ വീക്ക്ലി 1 എക്സാംസ് ഒക്കെയാണ്. ഡോപ്പയിൽ വീക്ക്ലി 2 എക്സാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ തൊട്ട് മുന്നിൽ എന്ത് എക്സാം ആണോ വരുന്നത് ആ എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ തൊട്ട് മുന്നിലത്തെ എക്സാമിൽ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിന് പ്രിഫറൻസ് കൊടുക്കും, കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രിക്ക് പ്രിഫറൻസ് കൊടുക്കും. പക്ഷെ അതിന്റെ കൂട്ടത്തിലൊക്കെ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ബയോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ പഠിക്കും 2 മണിക്കൂറത്തേക്ക് മാത്രം. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം വെറുതെ ഇരുന്ന് വായിച്ചു തീർക്കരുത്. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു അവർ അപ്പോൾ ക്ലാസ് കേട്ടു, നോട്ട് എഴുതിയെടുത്തു, പിന്നെ നോട്ട് എഴുതി അതും വേറൊരു പ്രശ്നമാണ്. നമ്മൾ ഇന്ന് പഠിച്ച സാധനം പഠിക്കണം, എക്സാമിനുള്ളത് പഠിക്കണം. ഓക്കെ, ഇനീഷ്യൽ മുതലേ കൺഫ്യൂഷൻ. ഇന്ന് പഠിപ്പിച്ചതൊക്കെ പഠിച്ചോണ്ടിരിക്കണോ അതോ എക്സാമിനുള്ളത് പഠിക്കണം? ഡെഫിനറ്റ്ലി ഇന്ന് പഠിച്ചത് ക്യുക്കായിട്ടുള്ള റിവിഷൻ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അത് ഭയങ്കര ക്യുക്കായിരിക്കണം എന്നുള്ളതാണ്. നമ്മളൊരു 1/2 മണിക്കൂർ കൊണ്ടൊക്കെ നോക്കി തീർക്കണം പെട്ടെന്ന്. അതായത് നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു സാറ് ക്ലാസ്സിലെടുത്തു, കുറേ നോട്ടൊക്കെ എഴുതി തന്നു 2 മണിക്കൂർ. ആ സാറ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അതൊന്ന് നോക്കിയിട്ട് അങ്ങോട്ട് കൂട്ടി വെച്ചാലും മതി. പിന്നെ അതിനകത്ത് സമയങ്ങളില്ല. പിന്നെ ആ ചാപ്റ്ററിന് എക്സാം വരും, അടുത്ത ആഴ്ചയിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ചയിലോ എക്സാം വരും, വീക്കെൻഡിലേക്ക് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ചാപ്റ്റർ കൂടുതൽ പഠിക്കാം. നമ്മൾ എപ്പോഴും പഠിത്തത്തിൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാം. ഡെഫിനറ്റ്ലി ഡോപ്പയിൽ നമ്മൾ കാണുന്ന ഒരു റാപ്പിഡ് റിവിഷൻ, ക്വിക്ക് റിവിഷൻ എക്സാം ഉണ്ടോ, പെട്ടെന്ന് ഒരു 15 ക്വസ്റ്റ്യൻ്റെ എക്സാം വരുന്നു എന്ന് പറയും. അത് ഇതേപോലെ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു പിക്ചർ കിട്ടി, നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ കൂടിയിട്ട് എൻഡ് ചെയ്യിക്കാം. അപ്പോൾ ഡോക്ടർ ആഷിനെ പറയാം. ഇപ്പോൾ ഞാൻ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് സം ബേസിക് കൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രിയിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. 6 hours ക്ലാസ് കണ്ടു. ഞാൻ എന്ത് ചെയ്തു, തൊട്ട് മുന്നുള്ള വീക്കിൽ ലിവിങ് വേൾഡിൻ്റെ ബയോളജി തീർത്തിരുന്നു, തൊട്ട് മുന്നുള്ള വീക്കിൽ. അപ്പോൾ ഞാൻ ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലാസ് കഴിഞ്ഞ സമയം മുതൽ ലിവിങ് വേൾഡ് റിവൈസ് ചെയ്തു. ഫിസിക്സിൻ്റെ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു. അത് നോട്ട്സ് കുറച്ച് സമയം വായിക്കാനുണ്ടാവുള്ളൂ, ബാക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാവും മെജോറിറ്റി ഓഫ് ദ ടൈം ഇൻ ഫിസിക്സ്. അപ്പോൾ ഞാൻ ഫിസിക്സ് നന്നായി പ്രാക്ടീസ് ചെയ്തു, കാരണം എനിക്ക് 3rd ഡേ ഫിസിക്സിൻ്റെ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ എക്സാമിന് വേണ്ടി ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വെച്ചു. പിറ്റേ ദിവസം രാവിലേക്ക് കുറച്ച് ക്ലാസ് വീണ്ടും കേൾക്കാനുണ്ട്, അല്ലെങ്കിൽ ലൈവായിട്ട് സം ബേസിക് കൺസെപ്റ്റ്സിൻ്റെ നമ്മൾ അഷ്റഫ് സാറ് വന്നിട്ട് ക്ലാസ് എടുത്ത് കഴിഞ്ഞ് വൈകുന്നേരം എനിക്ക് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ എക്സാമിന് തൊട്ട് മുന്നേ ഒരു 1 hour കൂടി അതിന് സ്പെൻഡ് ചെയ്തു, എക്സാം എഴുതി.
ഇനി ഞാൻ ബാക്കിയുള്ള സമയത്ത് ലിവിംഗ് വേൾഡിലെ ബയോളജി വീണ്ടും അതെങ്ങനെയാ വെച്ചാൽ നമ്മൾ പണ്ട് കഴിഞ്ഞു പോയ ബയോളജി ചാപ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഉണ്ടാവുള്ളൂ, പക്ഷേ ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഒരു 4-5 ചാപ്റ്റേഴ്സ് ബയോളജിയിൽ ബാക്കിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ബയോളജിയുടെ 1 അവറോടെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 3 ചാപ്റ്റർ, അപ്പോൾ ഇന്ന് ബയോളജി ഇല്ല, അടുത്ത ആഴ്ചയിലത്തെ എക്സാമിന് ബയോളജി ഇല്ല, അപ്പോൾ ആണെങ്കിൽ കഴിഞ്ഞ 3 ചാപ്റ്ററിൽ ഏത് ചാപ്റ്ററാണോ നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് അറിയില്ലാത്തത് അത് വായിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ബയോളജിയുടെ വായന നമ്മൾ നിർത്താൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ സീക്വൻസ് ഓക്കെ ആയിരുന്നു. അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ തൊട്ട് മുന്നിലുള്ള എക്സാം ഏതാണോ അതിൽ പഠിക്കുന്നു. ബയോളജി ജസ്റ്റ് റിവൈസ് ചെയ്യുന്നു, 1 അവർ ആ 2 1 അവർ ഒരു ദിവസത്തിൽ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ വായിച്ച് പോകുന്നുള്ള. അപ്പോൾ നമ്മൾ നല്ല പ്ലാൻഡ് ആയിരിക്കുക, വെൽ പ്ലാൻഡ് ആയിട്ടിരിക്കുക എന്നുള്ള കാര്യമാണ്. സോ ഏകദേശം ഇതുപോലെയാണ് നമ്മുടെ ടൈം. നമ്മൾ ഈ ടൈം ഇട്ട് നോക്കിയാൽ തന്നെ അറിയാം, തുടക്കം മുതൽ തന്നെ ചിലപ്പോൾ ഒരാൾ 12+ അല്ലെങ്കിൽ 14 hours യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യം അറിയാം. അപ്പൊ ഇങ്ങനെ ടൈറ്റ് അല്ലാതെ പോകുന്ന ആള് ഞാൻ ഇന്നിപ്പം മുതലേ 6 മണിക്കൂർ വായിച്ചാൽ മതി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ സോ നമുക്ക് വീഡിയോ സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഒരു നീറ്റ് ആസ്പിരന്റ് അത് ആരായിരുന്നാലും മിനിമം ഓഫ് ഒരു 10 to 12 hours സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഇനീഷ്യൽ തന്നെ. അതിനകത്ത് നമുക്ക് ക്ലാസ് കാണുന്ന ഒരു 6 hours അവിടെ ഉണ്ടാവും. അത് ക്ലാസ് കാണുക വൃത്തിയായിട്ട്, ക്ലാസ് കണ്ടിട്ട് ക്വിക്കായിട്ട് ആ ക്ലാസ്സിന് സാർ ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് നോട്ടിയിട്ട് മടക്കി വെക്കുക. ഇനി പഠിക്കേണ്ടത് തൊട്ട് മുന്നത്തെ എക്സാമിനുള്ള സാധനമാണ് പഠിക്കേണ്ടത്. തൊട്ട് മുന്നത്തെ എക്സാമിന് ബയോളജി ആണെങ്കിലും അല്ലെങ്കിലും ഡെയിലി 2 hours 1 hour ബയോളജി വായിക്കാം. ആഴ്ചയിൽ 14 മണിക്കൂർ ബയോളജി കിട്ടും, അത് മതി. എളുപ്പമുള്ള സബ്ജക്റ്റ് ഏറ്റവും കുറയ്ക്കരുത് കൂട്ടരുത്. 14 മണിക്കൂർ ബയോളജിക്ക് ഫിക്സ്ഡ് ആണ്, അതങ്ങനെ കൊടുക്കുക. ബാക്കി സമയം തൊട്ട് മുന്നിൽ ഫിസിക്സിൻ്റെ എക്സാം ആണെങ്കിൽ ഫിസിക്സ് പ്രാക്ടീസ് ചെയ്യുക, കെമിസ്ട്രിയുടെ എക്സാം ആണെങ്കിൽ കെമിസ്ട്രി പ്രാക്ടീസ് ചെയ്യുക. സോ ഈ ഒരു രൂപത്തിൽ നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്ത മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നീറ്റ് കിട്ടും. എന്താ പറയുക, ഓൾ ദ വെരി ബെസ്റ്റ് എന്ന് പറയാം. ആൻഡ് ഈ വീഡിയോയുടെ താഴെ വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോക്കുള്ള ക്വസ്റ്റ്യൻസ് കമന്റ് ചെയ്തോളൂ. നമ്മൾ അടുത്ത വീഡിയോ എന്തറിയാനുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. പിന്നെ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. സോ വിൽ മീറ്റ് യു അടുത്ത വീഡിയോയിൽ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആയിട്ട്. ബൈ.